ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. റോമാലേഖനം 14-ാം അധ്യായം 19-ാമത് വാക്യം. ആ വചനം നാം ഇങ്ങനെ വായിക്കുന്നു: ആകയാൽ നാം സമാധാനത്തിനും അന്യോന്യം ആത്മീക വർധനയ്ക്കും ഉള്ളതിന് ശ്രമിച്ചു കൊള്ളുക എന്ന വാക്യമാണ്. രണ്ടാം ഭാഗം ഓർമ്മപ്പെടുത്തുന്നത് ആത്മീക വർധനവ് നമുക്കും നമ്മോട് കൂടെയുള്ളവർക്കും ഉണ്ടാകത്തക്ക തലത്തിലുള്ള ഒരു ക്രിസ്തീയ ജീവിതമാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്ന വാക്കുകളാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 8-ാം അധ്യായത്തിലേക്ക് നാം ഒന്ന് കടന്നു വരുമ്പോൾ ആ അധ്യായത്തിനകത്ത് വിശുദ്ധ പൗലോസ് ഓർമ്മപ്പെടുത്തുന്ന വാക്കുകൾ ആത്മീകരും ഒത്തിരി പരിജ്ഞാനമില്ലാത്തവരുമായ പുതിയ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുൻപിൽ നിങ്ങളായിരിക്കുമ്പോൾ നിങ്ങളുടെ ആരാധന സംബന്ധിച്ച് നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ഭക്ഷണപാനീയം സംബന്ധിച്ച കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ള വാക്കുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് കാണുവാൻ കഴിയുന്നുണ്ട്. എവിടെയാണ് നാം ദൈവത്തെ ആരാധിക്കേണ്ടത്? ഏതൊരു പശ്ചാത്തലത്തിലും ഏതൊരു സാഹചര്യത്തിലും 2-3 പേർ കൂടി വരുന്നിടത്ത് ദൈവസാന്നിധ്യമുണ്ടെന്ന് പറയുമ്പോൾ തന്നെ പുതിയ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാഴ്ചപ്പാടുകൾക്ക് മങ്ങലുണ്ടാകത്തക്ക തലത്തിൽ അവരുടെ ആത്മീക വർധനവ് കെടുത്തിക്കളയത്തക്ക തലത്തിൽ നിങ്ങൾ ദൈവത്തെ ആരാധിക്കാതിരിക്കാൻ ഉത്സാഹിക്കണം എന്നും ഭക്ഷണം പാനീയം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ സ്തോത്രത്തോടുകൂടി എന്തും നിങ്ങൾക്ക് ഭക്ഷിക്കാമെന്നിരിക്കെ പുതിയ വിശ്വാസികൾക്ക്, ബലഹീന വിശ്വാസികൾക്ക് ആത്മീക ജീവിതത്തിന് ക്ഷീണം ഭവിക്കത്തക്ക തലത്തിൽ അവരുടെ മുൻപിൽ നിങ്ങൾ ഭക്ഷിക്കുമ്പോൾ, നിങ്ങൾ പാനം ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധയോടുകൂടി മാത്രമേ ചെയ്യുവാൻ പാടുള്ളൂ എന്നും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ വാക്കുകളൊക്കെ ചേർത്ത് വെച്ചുകൊണ്ടാണ് പൗലോസ് റോമാലേഖനത്തിനകത്ത് പറയുന്നത് പരസ്പരം ആത്മീക വർധനവുണ്ടാകത്തക്ക തലത്തിൽ നിങ്ങൾ ചിന്തിപ്പാനും സംസാരിപ്പാനും ഭക്ഷിപ്പാനും പാനം ചെയ്യുവാനും ആരാധിപ്പാനും നടക്കുവാനും ഒക്കെ നിങ്ങൾ ഉത്സാഹിക്കണം എന്ന പദമാണ്. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അത്യുന്നതനായ ദൈവത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ടിരിക്കുന്ന ഞാനും നിങ്ങളും അല്പവിശ്വാസികളുടെ മുമ്പിൽ, പുതിയ വിശ്വാസികളുടെ മുൻപിൽ അവരുടെ ആത്മീക ജീവിതത്തിന് കോട്ടം ഭവിക്കുന്ന തലത്തിലുള്ള ഒരു മാർഗവും തിരഞ്ഞെടുക്കുന്നവരായിട്ടല്ല. അവർക്കും ആത്മീക വർധനവുണ്ടാകേണ്ടതിന്
നാം അവരുടെ മുൻപിൽ ശ്രദ്ധയോടുകൂടി നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ നമുക്ക് ഉത്സാഹിക്കാം. അതിന് ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ ആരാധനയിലോ ഞങ്ങളുടെ ഭക്ഷണം പാനീയം സംബന്ധിച്ച കാര്യങ്ങളിലോ ഞങ്ങളുടെ വാക്കിലോ ഞങ്ങളുടെ പ്രവൃത്തിയിലോ ഞങ്ങളുടെ ഇടപാടുകളിലോ ഒന്നും മറ്റൊരു വ്യക്തിക്ക് ആത്മീക തകർച്ച സംഭവിക്കപ്പെടാനിടയാകാതെ അവരാത്മീക വർധനവിന് ഉതകുവാൻ തക്ക തലത്തിൽ ഞങ്ങൾക്ക് ജീവിപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണം. ദൈവം അതിനായി ഞങ്ങളെ ഒരുക്കുന്നത് കൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.